അപ്പോൾ ഓണമൊക്കെ അല്ലേ, പലർക്കും മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹം കാണും. പക്ഷെ മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണാം കേട്ടോ. ഈ വീഡിയോ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർക്കും, അതുപോലെ മേക്കപ്പ് പ്രോഡക്റ്റ് കാര്യങ്ങളൊന്നും അധികം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. അപ്പം വീഡിയോ മസ്റ്റായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇടുന്നത് കേട്ടോ. ഇതൊരു 4 years മുമ്പ് സ്റ്റിച്ച് ചെയ്തതാണ്. അതാണ് കുറച്ച് ടൈറ്റ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കൺസീലറാണ് കേട്ടോ. നിങ്ങൾക്ക് മാച്ചായിട്ടുള്ളൊരു കൺസീലർ ചൂസ് ചെയ്തിട്ട് ഞാനിപ്പം ഒരു ഹാക്ക് പോലെയാണ് ഞാനിപ്പം കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് കൺസീലർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഡൗട്ടുള്ളവർക്ക് ഈ രീതിയിലൊരു ഹാക്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്ത ശേഷം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഈ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഓക്കെ ആയിട്ടിരിക്കും. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നോക്കി ബ്ലെൻഡ് ചെയ്യുക. ജസ്റ്റ് ടാപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഫൗണ്ടേഷൻ നിങ്ങളുടെ ഷെയ്ഡിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കാണും. ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത ശേഷം ആവശ്യത്തിന് മാത്രം ഫേസിലും അതുപോലെ നിങ്ങളുടെ നെക്കിലും മറക്കാതെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും നമുക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഓവർ മേക്കപ്പ് അല്ലാതെ മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് ഐഷാഡോ ആണ്. ഐഷാഡോയ്ക്ക് പകരം ഇപ്പോൾ ലിപ്സ്റ്റിക്കും പലരും ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഷിമ്മറി ഷെയ്ഡായിട്ടുള്ള ഒരു ഐഷാഡോ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ മസ്റ്റായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഓക്കെ ആ രീതിയിൽ ഐബ്രോസ് ഫില്ല് ചെയ്ത ശേഷം ഐ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വാലൊക്കെ ഇട്ടാണ് കണ്ണെഴുതുന്നത്. ഇപ്പം അതാണ് ട്രെൻഡ്. അതിന് ശേഷം നമ്മളാണെങ്കിൽ ഈ കാജൽ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ എൻഡിൽ ഞാനൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഐ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഐലാഷസ് കാര്യങ്ങളില്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കേട്ടോ. ഇത് യൂസ്ഫുൾ ആണ്. ഇത് അപ്ലൈ ചെയ്ത ശേഷം മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഐലാഷസ് ഉള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഐലാഷസ് കുറവാണ്. പിന്നെ ബ്ലഷ് നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് ഫേസിൽ യൂസ് ചെയ്യുന്നതിന് പകരം കയ്യിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് കുറച്ച് സിമ്പിൾ ലുക്കായിട്ട് തോന്നും. അല്ലെങ്കിൽ ഇച്ചിരി ഹെവി ആയി പോകും കേട്ടോ. ഹെവി മേക്കപ്പ് ആയിട്ട് തോന്നും. അപ്പം ഞാൻ അങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 2 ചീക്കിലും അതുപോലെ നമ്മുടെ നോസിലും നമ്മുടെ ചുണ്ടിന് താഴെ, അത് നമ്മുടെ നാടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്ര ആ ഒരു ഭാഗത്ത് ഇത്രയും ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിനൊരു നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നും. പിന്നെ എല്ലാവരുടെ കയ്യിലും കാണും. ഗേൾസായ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ യൂസ് ചെയ്യുന്നതാണ് ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും. ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. രണ്ടിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാനും ആദ്യം ലിപ്സ്റ്റിക്ക് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ബെറ്ററായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല ഒരു മേക്കപ്പായിട്ട് നിങ്ങൾ ഒരു നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഫെസ്റ്റിവൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓർണമെൻറ്റ്സും കൂടെ സ്റ്റൈൽ ചെയ്ത് കുറച്ചുകൂടെ ലുക്ക് നമുക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു മാലയും ഈ ഒരു കമ്മലും കൂടെയാണ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ കമ്മലും മാലയും അത്രയും ഓക്കെ ആയിട്ട് വന്നില്ല. അപ്പം ഞാൻ മാല ചേഞ്ച് ആക്കി വേറൊരു മാല ഇട്ടു കേട്ടോ. അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ എനിക്കൊരു നല്ലൊരു അടിപൊളി ലുക്കായിട്ട് ഫീൽ ചെയ്തു. അപ്പോഴാണ് ഞാൻ മറന്നുപോയി കേട്ടോ. ഇതിലെല്ലാം ചെയ്യുമ്പോഴും ഞാൻ പൊട്ട് വയ്ക്കാൻ മറക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റാണ് ഓർത്തത് കേട്ടോ. അപ്പം പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് കംഫർട്ടബിൾ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും അഴിച്ചിടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അഴിച്ചിടുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ അങ്ങനെ വലുതായിട്ട് സെറ്റ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് അഴിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലുക്കൊക്കെ ആയിട്ടുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊട്ട് വയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പൊട്ട് വെച്ചില്ലെന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. പൊട്ടും കൂടെ വെച്ചപ്പോൾ ആ ഒരു ലുക്ക് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് വേണ്ടത് ഒരു കൺസീലർ ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇഷ്ടമായില്ലെന്ന് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.